ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇത് കണ്ടില്ലേ, ചെറുപയർ വെച്ചിട്ട് ഒരു കുറുമ ഉണ്ടാക്കിയെടുത്താലോ? നല്ല ടേസ്റ്റിയാണ്, പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാൻ ഒരു 1/2 കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളം വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്ത് വരാം. ചെറുപയർ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ വരെയൊക്കെ ആകാം, കുഴപ്പമില്ല. പയറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അത് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പയർ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലിഡിട്ട് അടച്ചു കൊടുത്തിട്ട് വിസിലിട്ട് കൊടുക്കാം. ഒരു വിസിലാവുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഞാൻ ഇനി അടുപ്പത്തൊരു കടായി വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഫുള്ളും ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും എണ്ണയും കൂടി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ സൈസ് ആയതുകൊണ്ട് ഞാനൊരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് ആണെങ്കിൽ ഒരു 30 എണ്ണം വരെ എടുക്കാം. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആദ്യം ചെറിയ ഉള്ളിക്ക് പകരം സവാളയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഒരു 1.25 ടേബിൾ സ്പൂണാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 3 എടുക്കാം, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. അത് പൊടിയായി അരിഞ്ഞതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു കൊടുക്കണം. തക്കാളി വേകട്ടെ. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വരാം. 1-ാം പാലും 2-ാം പാലും കൂടി ചേർത്തിട്ട് എടുത്താൽ മതിയാകും. ഇടയ്ക്ക് തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. പകരം മുളക് പൊടി കൂടുതൽ ചേർത്താൽ മതി. അടച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. തക്കാളി നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നോർമൽ എരിവായിരിക്കും ഈ മുളക് പൊടി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. പൊടിയുടെയും പച്ചമണം മാറുന്നതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലിൽ തന്നെ ആ വെള്ളത്തോടു കൂടി തന്നെ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പയറിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നമ്മൾ പയർ അടച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. പയറും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മസാലയും പയറും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക്
നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൽ കൂടണ്ട, അത്രയും മതിയാകും. പിന്നെ കുറച്ച് കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക സ്വാദാണ് കസൂരി മേത്തി ചേർക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലുണ്ട്. നമുക്കിത് ഒന്ന് യോജിപ്പിച്ച് നോക്കാം. ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തു. കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുണ്ട് എനിക്ക്. ഞാൻ തേങ്ങാപ്പാലെടുത്ത കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് മാത്രം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് തുറന്ന് കുറച്ച് ഫ്രഷ് കറിവേപ്പില തൂകി തീ ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ പ്രോട്ടീൻ റിച്ച് ചെറുപയർ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് കമൻറ്റ് പറയുക. ഇത് ചോറിനും ചപ്പാത്തിക്കും വേണ്ട നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളുടെ കൂടെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.